ശലഭം പാർട്ട് 7. ശ്രീകാന്ത് അവിടെ നിന്നും കടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് അവൾ മുമ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാ എണ്ണവും എളിച്ചോണ്ട് അവിടെ നിൽപ്പുണ്ട്. അവൾ കൈകൊണ്ട് എവിടെയായിരുന്നു എന്ന് ചോദിച്ചതും അത് പിന്നെ ശ്രീയേട്ടനെ കണ്ടപ്പോൾ ഓടി ഒളിച്ചതാ, ബാമ ഇളിയോടെ പറഞ്ഞു. ശ്രീയേട്ടൻ നിന്നോട് പുഞ്ചിരിച്ചു അല്ലേ? ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ, അപ്പോ അത്ഭുതത്തോടെ പറഞ്ഞതും എപ്പോഴും കലിപ്പിലല്ലേ ആളെ കാണാറുള്ളത്, അതുകൊണ്ടാവും. നീലി വീണ്ടും കൈകൊണ്ട് എന്തോ ചോദിച്ചു. ആർക്കും അത് മനസ്സിലായില്ല. അവൾ മുറ്റത്ത് നിന്നും ഒരു കമ്പെടുത്തു. അവൾ നിലത്തെഴുതി, ശ്രീയേട്ടൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണോ? അത് വായിച്ചതും അല്ല നീലി, മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നതാ. നിന്റെ മുത്തശ്ശനെ നല്ല കാര്യമാണ് ആൾക്ക്, ബാമ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവിടെ വീട്ടിൽ ഞങ്ങളുടെ മുത്തശ്ശനോട് പോലും ശരിക്കും സംസാരിക്കില്ല, എന്നാ വലിയ മുത്തശ്ശനോട് സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് വരാറുമുണ്ട്. അതുണ്ടല്ലോ, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് അറിയില്ല. ഞങ്ങളെല്ലാം ചെറിയ കുട്ടിയായിരുന്നു അന്ന്. അപ്പോ എല്ലാവരും അന്ന് അനാമിക ചേച്ചി മരിക്കാൻ കാരണം ശ്രീയേട്ടനാണെന്ന് പറഞ്ഞത്. അന്നു മുതൽ ചേട്ടൻ ഇങ്ങനെയാ. പക്ഷേ ഇവിടുത്തെ മുത്തശ്ശിയും മുത്തശ്ശനുമാ ചേട്ടനെ സമാധാനിപ്പിച്ചേ. അതാ ഇവരെ ഇത്ര ഇഷ്ടം. അമ്മ പറയുന്നതെല്ലാം കേട്ട് അവൾ താടിക്ക് കൈവച്ചിരുന്നു. വാ, നമുക്ക് കഞ്ഞി കുടിക്കാം, മുത്തശ്ശിയുടെ അച്ചാറും കാണും. അതും പറഞ്ഞ് ബാമ അകത്തേക്കോടി. കൂടെ തന്നെ ഇവരും നീലിയും ഉണ്ട് കൂടെ. ബാമയാണ് എല്ലാവർക്കും കഞ്ഞിയെല്ലാം എടുത്തു കൊടുക്കുന്നത്. ഉപ്പിലിട്ട മാങ്ങയും എല്ലാവരും എടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട മാങ്ങ കണ്ട് നീലി കൈ കൊണ്ട് താളം കാണിച്ചു. നീ ഇതെന്താ ചോദിക്കുന്നേ? ഇത് എവിടുന്നാ എന്നാണോ? ബാമ സംശയത്തോടെ ചോദിച്ചതും നീലി അല്ലെന്ന് തലയാട്ടി. ഇന്നലെ പറിച്ച മാങ്ങയാണോ എന്നല്ലേ നീലി ചേച്ചി ചോദിക്കുന്നേ? അപ്പു ചോദിക്കുന്നത് കേട്ടതും അവൾ അതേ എന്ന് തലയാട്ടി. നീലി ചേച്ചി, ഇപ്പൊ പറിച്ച മാങ്ങ അടുത്ത വർഷത്തേക്കാണ് എടുക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ മാങ്ങയാ. അമ്മു അങ്ങനെ പറഞ്ഞതും നീലി സംശയത്തോടെ നോക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാലം എടുത്തു വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാ. അതും പറഞ്ഞ് ബാമ എല്ലാവർക്കും ഓരോന്നെടുത്തു കൊടുത്തു. എല്ലാവരും കഞ്ഞിയെടുത്ത് കുടിക്കുമ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ശ്രീകാന്തും വരുന്നത്. ഇവിടെ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഓർത്തേ ഉള്ളൂ, ഇതാണല്ലേ പണി. അത് കണ്ട് മുത്തശ്ശി പുഞ്ചിരിയോടെ ചോദിച്ചു, ഇതാണ് നീലിമോള്. നീലിയെ നീ കണ്ടില്ലേ? അവിടേക്ക് വന്നിരുന്നില്ലേ ഇവർ? മുത്തശ്ശൻ ശ്രീകാന്തിനോടായി ചോദിച്ചതും ഞാൻ കണ്ടിരുന്നു. അവർ അതും പറഞ്ഞ് അകത്തേക്കിരുന്നു. ശ്രീകാന്തും മുത്തശ്ശനും അകത്തേക്ക് കയറി. അവർ അകത്തേക്ക് കയറുമ്പോൾ നീലിയുടെ മുറി തുറന്നിട്ടത് കൊണ്ട് കുപ്പിയിൽ നിൽക്കുന്ന ആമ്പൽ പൂക്കൾ അവൻ കണ്ടിരുന്നു. ആ മുറിയുടെ മുമ്പിലുള്ള മേശയുടെ അടുത്ത് ശ്രീകാന്ത് ഇരുന്നു. കൂടെ തന്നെ മുത്തശ്ശനുമുണ്ട്. ഇവർ കഞ്ഞിക്കുടിയെല്ലാം കഴിഞ്ഞ് നീലിയുടെ മുറിയിലേക്ക് പോയി. നീലി ഓടിപ്പോയി ആമ്പൽ പൂക്കളെല്ലാം നോക്കുന്നതും ശ്രീകാന്ത് ശ്രദ്ധിച്ചു. ആളിൽ മുത്തശ്ശനോട് സംസാരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ആമ്പൽ പൂക്കളെല്ലാം വാടി തുടങ്ങിയല്ലോ. അത് കേട്ടതും നീലിയുടെ മുഖം ഒന്ന് വാടി. ഈ പൂക്കൾ ഇങ്ങനെ വിടരുന്നതിന് പകരം വിടരാനായ മൊട്ടായിരുന്നെങ്കിൽ ഒരാഴ്ചയോളം ഇങ്ങനെ കാണുമായിരുന്നു. ബാമ അത് പറഞ്ഞതും നീലി ആണോ എന്ന രീതിയിൽ അവളെ നോക്കുന്നുണ്ട്. ചേച്ചി, നമുക്ക് എല്ലാവർക്കും നാളെ അമ്പലത്തിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറിച്ചു തരാം ആമ്പൽ. എനിക്ക് നീന്താനെല്ലാം അറിയാം. ഞങ്ങൾക്ക് നീന്താൻ അറിയും. അപ്പുവിന്റെ സംസാരം കേട്ട് അമ്മു ഒന്ന് പുച്ഛിച്ചു. എന്നിട്ട് എന്താ കാര്യം? നീ അവിടുത്തെ കുളത്തിൽ ചാടി നീന്തുകയൊന്നുമില്ലല്ലോ. ഒന്ന് പോടാ. അതും പറഞ്ഞ് അവൾ കൊഞ്ഞനം കുത്തി കാണിച്ചു. നിങ്ങൾ ഇതിന്റെ പേരും പറഞ്ഞ് ഭയക്കിടാതെ. നീലി, നമുക്കന്ന് ആമ്പൽ കിട്ടിയില്ലേ, ഇനിയും കിട്ടും. അത് കേട്ടതും നീലിക്ക് ശ്രീയുടെ മുഖമാണ് ഓർമ്മ വന്നത്. അവൾ പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൻ മുത്തശ്ശനോട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ 4 പേരും കുളിച്ചൊരുങ്ങി അമ്പലത്തിലേക്ക് വിട്ടു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് അമ്പലക്കുളത്തിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ കണ്ടു, അന്ന് അവൾ ഇരുന്നിരുന്ന അവിടെ ഒരു കൂട്ടം ആമ്പൽപ്പൂക്കൾ വെച്ചിരിക്കുന്നു. അത് കണ്ട് അത്ഭുതത്തോടെ അവൾ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. അത് കയ്യിൽ കോരിയെടുത്ത് ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. നീലി ചേച്ചിക്ക് ഇന്നും കിട്ടിയല്ലോ, അപ്പു അത്ഭുതത്തോടെ പറഞ്ഞു. ശരിയാ, ചേച്ചിക്ക് നല്ല ഭാഗ്യമുണ്ടല്ലോ. നീലിയെ, നിനക്ക് വേണ്ടി പൂക്കളൊക്കെ പറിച്ചു വെക്കാൻ മാത്രം ആരാണിവിടെ? ബാമ ഒരു കളിയാക്കി ചിരിയോട് ചോദിച്ചു. അത് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് ശ്രീകാന്തിനെയായിരുന്നു.
അവർ അതും പറഞ്ഞ് അവിടെ നിന്നും പോയി. അമ്പലത്തിൽ നിന്നും പോകുന്ന വഴിക്ക് കണ്ട ഒരു മിഠായി കടയിൽ കയറി മിഠായിയും വാങ്ങിച്ചു. അവരെല്ലാം നീലിക്ക് മിഠായിയുടെ പേരെല്ലാം പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. വീട്ടിലെത്തിയതും വീണ്ടും കളിയും ചിരിയുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. അവധിക്കാലം കഴിയാനായി തുടങ്ങി. ആമ്പൽപ്പൂക്കൾ വാടി തുടങ്ങിയാൽ അവൾ ഓടി അമ്പലത്തിലേക്ക് എത്തിയാൽ അവളെ കാത്ത് ആ പൂക്കൾ ഉണ്ടാവാറുണ്ട്. എല്ലാവിധ കളിയും നീലി പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇത്രയും ദിവസമായിട്ട് അമ്മുവോ അപ്പുവോ ബാമയോ അവരുടെ വീട്ടിലേക്ക് പോയിട്ടേയില്ല. ഇവിടുത്തെ കളിയും ചിരിയും തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു ആഘോഷ തയ്യാറെടുപ്പിലായിരുന്നു വീട്ടുകാരെല്ലാം. അവധിക്കാലം കഴിയാനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി വെച്ചു. അതിനെ തുടർന്ന് പരിപാടി നീലിയുടെ വീട്ടിൽ വെക്കാറുള്ളത് കൊണ്ട് മറ്റുള്ളവരെല്ലാം അന്ന് വരാമെന്ന് പറഞ്ഞു പോയി. ഇന്ന് നീലി വീട്ടിൽ തനിച്ചാണ്. എല്ലാവരും പോയപ്പോൾ അവൾ തനിച്ചായ പോലെ തോന്നിയിരുന്നു. അവൾ മുറ്റത്ത് തിണ്ണയിലിരുന്നു. ആ കുഞ്ഞ് ആട്ടിൻകുട്ടിയും അവളെ കയ്യിലുണ്ട്. അവൾ അതിനെയും കയ്യിലെടുത്തിരിപ്പാണ്. മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ പന്തലിടാൻ വേണ്ടി വന്ന പന്തൽ പണിക്കാരുടെ കൂടെ സംസാരത്തിലാണ്. ഹരിയും ശ്രീകാന്തും രഞ്ജിത്തും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. കൂടെ തന്നെ ബാമയുടെ മുത്തശ്ശനും അമ്മുവിന്റെ മുത്തശ്ശനും എല്ലാം ഉണ്ട്. എല്ലാവരും കൂടെ പന്തൽ പണിയിലാണ്. എല്ലാവരും അവിടെ മരം പിടിച്ചു കൊടുക്കാനും മറ്റും സഹായിക്കുന്നുണ്ട്. നീലി അതെല്ലാം നോക്കി അവിടെ തിണ്ണയിലിരിപ്പുണ്ട്. ഇടയിൽ ഹരി വന്ന് നീലിയുടെ അപ്പുറത്തിരുന്നു. എന്താണ് നീലി, ആലോചിച്ചിരിക്കുവാണോ? അവൾ അല്ലെന്ന് തലയാട്ടി. ഞാൻ ഇന്നാള് ചോദിച്ചതിന് ഉത്തരമായോ? അവൾ എന്താണെന്ന പോലെ ഹരിയെ നോക്കുന്നുണ്ട്. +2 റിസൾട്ട് എല്ലാം വന്നില്ലേ, ഇനി നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന്. അത് കേട്ടതും അവൾ ഒന്ന് ആലോചിച്ചു. ആഹാ നീലി, അതൊക്കെ ആലോചിക്കാനുണ്ടോ? ബാമയുടെ കൂടെ കോളേജിലൊക്കെ പോയി അങ്ങ് അടിച്ചു പൊളിക്ക്. സഞ്ജിത്ത് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതോ. അത് തന്നെ അവൾക്കൊരു ഉറപ്പായിട്ടില്ല അല്ലേ നീലി? ഹരി ചിരിച്ചോണ്ട് ചോദിച്ചതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. കേട്ടോ ശ്രീകാന്ത്, നീലിക്ക് ഇനി എന്താ എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയവുമില്ല. ഇവളെ നീ നിന്റെ കോളേജിലേക്ക് ഒരു അഡ്മിഷൻ കൊടുക്ക്, കൂടെ ആ ബാമക്കും. പന്തൽ പണിക്കാരുടെ കൂടെ പന്തൽ പൊന്തിച്ചു കൊടുക്കാൻ സഹായിക്കുന്ന ശ്രീകാന്ത്. സംജിത്തിന്റെ സംസാരം കേട്ട് നീലിയെ ഒന്ന് നോക്കി. അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചോണ്ടിരിപ്പാണ്. നീലി, നീ സയൻസ് ആയിരുന്നില്ലേ? അപ്പോ ഒന്നും പേടിക്കണ്ട, ആ നിൽക്കുന്നു കണക്ക് മാഷ്, അത് തന്നെ എടുക്ക്. ഹരി അത് പറഞ്ഞതും അയ്യോ അത് വേണ്ട. അപ്പോഴാണ് അവിടെ വലിയ ശബ്ദത്തിൽ ബാമയുടെ ശബ്ദം കേൾക്കുന്നത്. ഓ, നിന്നോട് എടുക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, നീലിയോടല്ലേ? സഞ്ജിത്ത് ഒരു പുച്ഛത്തോടെ പറഞ്ഞതു. നിങ്ങൾ 3 ആങ്ങളമാരും കൂടെ അവളെ എന്തെടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുവാണോ? ബാമ കൈയും കെട്ടി ഗൗരവത്ത് ചോദിച്ചു. ശ്രീകാന്തിനോട് സംസാരിക്കുന്നത് പേടിയായതുകൊണ്ട് ഹരിയുടെ നേരെ തിരിഞ്ഞുകൊണ്ടാണ് ബാമ ചോദിച്ചത്. സഞ്ജിത്തിനെ നോക്കുന്നേ ഇല്ലായിരുന്നു. എന്താ പറഞ്ഞു കൊടുത്തൂടാ എന്നുണ്ടോ? ഹരി ഗൗരവത്ത് ചോദിച്ചു. ഞങ്ങൾ എന്നാൽ അതൊന്നുമല്ല എടുക്കുന്നേ, നിങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒന്നാ അല്ലേ നീലി? ബാമയുടെ സംസാരം കേട്ട് നീലി തന്നെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. ഓ, അതെന്താണാവോ? സഞ്ജിത്ത് അത് ചോദിച്ചതും. എന്റെ ആങ്ങള ഒന്നങ്ങ് മാറി നിന്നേ. സഞ്ജിത്തിന്റെ മുഖത്തേക്ക് നോക്കി അതും പറഞ്ഞ് അവനോട് നീങ്ങി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് അവൾ നീലിയുടെ ഇപ്പുറത്ത് കയറിയിരുന്നു. അവളുടെ ആങ്ങള എന്ന വിളിക്കേട്ട് സഞ്ജിത്ത് വാ തുറന്ന് നോക്കുന്നുണ്ട്. നീ എന്താടി പതിവില്ലാത്ത ഒരു ആങ്ങള വിളിയൊക്കെ? ഹരി അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നെ ആങ്ങളമാരെ ആങ്ങള എന്നല്ലേ വിളിക്കുക? ബാമ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. ശ്രീകാന്ത് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മാറി തന്നെ നിന്നു. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ നീ എന്താണാവോ പഠിക്കാൻ പോകുന്നേ, അതൊന്ന് പറഞ്ഞേ. ഹരി അത് ചോദിച്ചതും എന്തെങ്കിലും ഒക്കെ ആലോചിക്കട്ടെ. ഓഹോ, അതായിരുന്നു വലിയ ഡയലോഗെല്ലാം പറഞ്ഞേ. അതും പറഞ്ഞ് ഹരി എണീറ്റ് വന്ന് അവളുടെ ചെവിയിൽ പിടിച്ചു. ഹോ ചേട്ടാ വിട്. ബാമ വേദനയോടെ പറഞ്ഞതും അവൻ കൈയെടുത്തു. 2 പേർക്കും ഇപ്പോഴും അറിയില്ല ഇനി എന്തെടുക്കണമെന്ന് അല്ലേ? അതും പറഞ്ഞ് ഹരി നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് മുത്തശ്ശന്മാർ വരുന്നത്. എന്നാ ഇനി പഠിക്കൊന്നും വേണ്ട, നമുക്ക് 2 പേരെയും അങ്ങ് കല്യാണം കഴിപ്പിക്കാം. ചെറിയ മുത്തശ്ശൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അയ്യടാ, മുത്തശ്ശന്റെ ഒരു തമാശ. ഭാമ ഒരു ഗൗരവത്ത് പറഞ്ഞു. തമാശ ഒന്നുമല്ല, ഇനി പഠിക്കാനൊന്നുമില്ലെങ്കിൽ നമുക്കങ്ങ് കെട്ടിക്കാം അല്ലേ മുത്തശ്ശ? ഹരിയും അത് പിന്തുണച്ചു. ഓഹോ, ഇവിടെ ഇതാ കെട്ടാൻ പ്രായമായ 3 പേര് നിൽക്കുന്നു. പഠിപ്പെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ജോലിയുമായി, പിന്നെ കൂട്ടേട്ടനുമുണ്ട്.
ഇവരുടെ കല്യാണം അങ്ങ് നടത്തണം. അപ്പോ ഇതുപോലെ നല്ലൊരു പന്തലൊക്കെ കെട്ടി ഒരു സദ്യ അങ്ങ് കഴിക്കാലോ. ഡീ, സഞ്ജിത്ത് അവളെ നോക്കി ഒന്ന് നീട്ടി വിളിച്ചു. എന്താ, ഭാമമോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവർക്കെല്ലാം വയസ്സ് കുറച്ചൊന്നുമല്ലല്ലോ. വല്യ മുത്തശ്ശൻ ഗൗരവത്ത് പറഞ്ഞതു. ഓഹോ, അവൾ പറഞ്ഞത് കേട്ട് വിവാഹം ഉണ്ടാക്കാൻ നിൽക്കുവാണോ ഇനി നിങ്ങൾ? നാളെ പരിപാടിക്ക് വരുമ്പോ നമുക്ക് കുട്ടികളുടെ എല്ലാം ജാതകം അങ്ങ് നോക്കിക്കണം അല്ലേ? വല്യ മുത്തശ്ശൻ പറഞ്ഞതും ശരിയാ. അതും പറഞ്ഞ് ഓരോന്ന് സംസാരിച്ച് അവർ പോയി. അത് കേട്ടതും ഭാമ വാ പൊത്തി ചിരിക്കുന്നുണ്ട്. അത് കണ്ട് നീലിയും പുഞ്ചിരിച്ചു. അപ്പൊ നീലിയെ, നമുക്ക് വൈകാതെ ഒരു 4 കല്യാണം കൂടാനുള്ള ഭാഗ്യമുണ്ട്. പിന്നൊരു കാര്യം, 4 കല്യാണം ഒപ്പൊന്നും വേണ്ടട്ടോ, വേറെ വേറെ ദിവസം മതി. എല്ലാവരുടെയും വക എനിക്കും നീലിക്കും ഡ്രസ്സ് വേണ്ടേ? ഡീ. അതും പറഞ്ഞ് ഹരി അവളുടെ അടുത്തേക്ക് വന്നതും ഭാമ ഓടി അകത്തേക്ക് കയറി. നീലി ഇതെല്ലാം കണ്ട് അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അവളുടെ ചിരിയും നോക്കി ശ്രീകാന്ത് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നത് മുത്തശ്ശന്മാർ ശ്രദ്ധിച്ചു. ഇന്ന് അവിടെ വലിയൊരു ഉത്സവം തന്നെയായിരുന്നു. നീലിയെ വന്ന് ബന്ധുക്കളെല്ലാം പരിചയപ്പെടുന്നുണ്ട്. അവൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും സഹതാപത്തോടെ അവളെ നോക്കുന്നുമുണ്ട്. നീലിക്ക് എന്തോ അതൊരു ബുദ്ധിമുട്ടായി തോന്നി. എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് സംസാരത്തിലാണ്. നീലിയും കുട്ടിപ്പടകളും എല്ലാം അവിടെയുണ്ട്. നീലി, ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നില്ലേ? നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാലോ? ഭാമ അത് ചോദിച്ചതും ശരിയാ, ഇവർ ഈ വലിയ സംസാരമൊക്കെ പറയുന്നേ, ഇതിലെല്ലാം നമുക്ക് എന്ത് കാര്യം? വാ പുറത്തേക്ക് പോകാം. അങ്ങനെ അവർ 4 പേരും പുറത്തേക്കിറങ്ങി. നിൽക്ക്, ഞാനുമുണ്ട്. അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു വിളി വരുന്നത്. അത് പ്രിയയായിരുന്നു. ഇതാണ് നീലി ചേച്ചി, കുട്ടേട്ടന്റെ അനിയത്തി പ്രിയ ചേച്ചി, ഞങ്ങളുടെ അമ്മയുടെ മോളാ. അമ്മു അത് പറഞ്ഞതും ഇതാണ് നീലിയല്ലേ? ഞാൻ വന്നത് മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാണിത്. ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. ചേച്ചിമാരെല്ലാം അവിടെ കുഞ്ഞുങ്ങളുടെ കൂടെയല്ലേ? പ്രിയ ചേച്ചിയും വാ. അവരെല്ലാം പുഞ്ചിരിയോടെ പുറത്തേക്കിറങ്ങി. അവർ നടന്ന് പാടത്തേക്കിറങ്ങി. ഇനി എന്താ ഭാമയും നീലിയും പഠിക്കുന്നേ? നടന്നുകൊണ്ടിരിക്കെ പ്രിയ ചോദിച്ചു. എന്തെങ്കിലും എല്ലാം എടുക്കണം ചേച്ചിയെ. ഒരു +2 കഴിഞ്ഞതോടെ പെട്ടു. +2 കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ ഇനി എന്താ എന്നൊക്കെ കേട്ട് മടുത്തു. അത് കേട്ട് പ്രിയ പൊട്ടിച്ചിരിച്ചു. അപ്പോ ഞങ്ങളുടെ അവസ്ഥയോ? 10ന്റെ റിസൾട്ട് വന്നോ? എന്നാ വരുന്നേ? ഫുൾ A+ അല്ലേ എന്നാ ചോദ്യം. അത് ഓർത്തിട്ടാ വേഗം പുറത്തേക്ക് ചാടിയതന്നെ. ഇതൊക്കെ സ്വാഭാവികമാണേ. ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞില്ലേ, ഇനി കല്യാണം വേണോ PG വേണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്നേ. പ്രിയയുടെ സംസാരം കേട്ടതും അവരെല്ലാം പൊട്ടിച്ചിരിച്ചു. നീലി ഇതൊക്കെ നോക്കി നിന്നു. നീലിക്കും അവരുടെ കൂടെ അതുപോലെ സംസാരിക്കാൻ വല്ലാത്തൊരു ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു. എന്ത് പറ്റി? നീലി എന്താ ഒന്നും മിണ്ടാത്തത്? പ്രിയയുടെ ചോദ്യം കേട്ടതും നീലി ഭാമയെ നോക്കി. അത് നീലിക്ക് സംസാരിക്കാൻ കഴിയില്ല. നീലിയാണോ അവിടെ സംസാരിക്കാൻ കഴിയില്ല? സംസാരശേഷി ജന്മനാ ഇല്ലെന്ന് പറയുന്നത് കേട്ടത്. ഞാനാണെങ്കിലോ അച്ഛനും അമ്മയും ഡിവോഴ്സായി. അപ്പോൾ നീലിയെ വേണ്ടാന്ന് പറഞ്ഞപ്പോ വലിയ മുത്തശ്ശൻ കൊണ്ടുവന്നു എന്നാ കേട്ടുള്ളൂ. നീലിക്ക് സംസാരശേഷി ഇല്ലാത്തത് ഞാൻ അറിഞ്ഞില്ല. ശരിക്കും ഈ സംസാരശേഷി ഇല്ലാത്തത് വലിയ കുറവ് തന്നെയാണല്ലേ? എങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോൾ നോക്കി നിൽക്കാൻ കഴിയുക? എന്തെങ്കിലും എല്ലാം പറയണ്ടേ? ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് എല്ലാം പറയാൻ സാധിക്കണ്ടേ? നീലിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടുള്ള പ്രിയയുടെ സംസാരം കേട്ട് നീലിയുടെ മുഖത്തുള്ള പുഞ്ചിരിയെല്ലാം മാഞ്ഞു. ഒരു വേദനയിൽ കുതിർന്ന പുഞ്ചിരി നൽകി. അത് കണ്ട് ഭാമക്കും അമ്മുവിനും അപ്പുവിനുമെല്ലാം സങ്കടം തോന്നി. എന്താ പറയുക, നിന്റെ വിധി. ഇല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ അമ്മ ദ്രോഹിക്കുക എന്നൊക്കെ പറഞ്ഞ അവർക്ക് നിന്നെ അത്രയും വേണ്ടാത്തത് കൊണ്ടല്ലേ? അതുമല്ല, നിന്റെ ശബ്ദമില്ലാത്തത് കൊണ്ടാണോ നിന്നെ വേണ്ടാത്തത്? വീണ്ടും പ്രിയയുടെ ചോദ്യം വന്നതും നീലിയുടെ കണ്ണുകളെല്ലാം നിറയാൻ തുടങ്ങിയിരുന്നു. പ്രിയ ചേച്ചി, എന്തൊക്കെയാണ് ഈ പറയുന്നേ? അപ്പു അസ്വസ്ഥതയോടെ ചോദിച്ചു. എന്താ? പ്രിയ ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിച്ചു. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൾക്ക് സങ്കടമായി. ഭാമ അല്പം ഗൗരവത്ത് പറഞ്ഞതു. അതെ, ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? അതിന് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നീലി തന്നെ പറ, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നത് സത്യം തന്നെയല്ലേ? അതുപോലെ എന്റെ സംശയമല്ലേ ചോദിച്ചേ? അല്ലാതെ ഏതമ്മക്കും അച്ഛനുമാ സ്വന്തം മക്കളെ ഇഷ്ടമാകാതെ നിൽക്കുക?
അതുകൂടെ ആയതും നീലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നുവെങ്കിലും എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പെട്ടെന്ന് തിരിഞ്ഞോടി. അത് കണ്ടതും ഭാമ, എന്തൊക്കെയാ ചേച്ചി പറയുന്നേ? ഡിഗ്രി കഴിഞ്ഞു എന്നല്ലാതെ ഈ ലോകവും ചുറ്റുപാടും ഒന്നും അറിയില്ല അല്ലേ? ചേ, മോശമായി പോയി. ഭാമ അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോയി. കൂടെ തന്നെ അമ്മുവും അപ്പവും. നീലി സങ്കടത്തോടെ ഓടുമ്പോൾ അവൾ പോയി ആരെയോ പോയി മുട്ടിയാൻ പോയതും അവളെ ശ്രീകാന്ത് പിടിച്ചിരുന്നു. അവൾ നിറമിയോടെ അവനെ നോക്കുന്നത് കണ്ട് അവനൊന്ന് ഞെട്ടി. അവനെ കണ്ടതും അവൾ ധൃതിയിൽ കണ്ണുകളെല്ലാം തുടച്ചു. അവൾ നേരെ നിന്ന് പോകാൻ നിന്നതും, നിൽക്ക്, എന്ത് പറ്റി? എന്തിനെ കരയുന്നേ? അതുകൂടെ കേട്ടതും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീകാന്ത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, എന്താണ് നീലി, എന്താണ് പ്രശ്നം? എന്തിനാ ഇങ്ങനെ കരയുന്നേ? വേവലാതിയോടെയുള്ള അവന്റെ ചോദ്യം കേട്ട് അവൾ അവനെ തന്നെ നോക്കി. അപ്പോഴേക്കും ഭാമയും അപ്പവും അമ്മുവും അവിടെ ഓടിയെത്തിയിരുന്നു. ശ്രീകാന്തിന്റെ മുമ്പിൽ സങ്കടത്തിൽ നിൽക്കുന്ന നീലിയെ നോക്കിക്കൊണ്ട്. ശ്രീകാന്തിനെ പേടിയായതുകൊണ്ട് 3 പേരും ഒന്ന് വരാൻ മടിച്ചുകൊണ്ട് നിന്നു. അവരെ കണ്ടതും, എന്തിനാ ഇവൾ ഇങ്ങനെ കരയുന്നേ? ആരെ ഇവളെ വേദനിപ്പിച്ചത്? ദേഷ്യത്തിലുള്ള അവന്റെ ചോദ്യം കേട്ടതും, പ്രിയ ചേച്ചിയാ. അവളെന്താ ചെയ്തേ? നീലിക്ക് മിണ്ടാൻ പറ്റില്ലേ? നിനക്ക് മിണ്ടാൻ കഴിയാത്ത കാരണമാണോ നിന്റെ അച്ഛനും അമ്മയും വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ ചോദിച്ചു. അവൾ പറഞ്ഞു തീർന്നേക്ക് പ്രിയ അവിടെ എത്തിയിരുന്നു. ശ്രീകാന്തിനെയും നീലിയുടെ കൂടെ കണ്ടതും പ്രിയ ഒന്ന് ഞെട്ടി. അവൾ പേടിയോടെ അവരെ നോക്കി. നീ എന്താ പ്രിയ ഇവളെ പറഞ്ഞത്? ദേഷ്യത്തിലുള്ള അവന്റെ ചോദ്യം കേട്ട്, അത് ഞാൻ വെറുതെ തമാശക്ക്, അവൾ പേടിയോടെ പറഞ്ഞു. പ്രിയ, നിനക്ക് പ്രായം എത്രേ? 1ഉം 2ഉമാണോ? എങ്ങനെ ഒരാളോട് സംസാരിക്കണമെന്ന് ഒരാൾ പറഞ്ഞു തന്നിട്ട് വേണം? പ്രിയ ഒന്നും മിണ്ടിയില്ല. ഇനി ഇങ്ങനെയുള്ള സംസാരം നിന്നിൽ നിന്നും വരരുത്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ പിണങ്ങേണ്ട. സോറി പറഞ്ഞേക്ക് നീ. അകത്തേക്ക് ചെല്ലുന്നിട്ട്. അത് കേട്ടതും നീലി കണ്ണുകളെല്ലാം തുടച്ചു. ഭാമയും അപ്പവും അവളുടെ അടുത്തേക്ക് വന്നു. പ്രിയ പെട്ടെന്ന് വന്ന് സോറി അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് അവിടെ നിന്നും ഓടിപ്പോയി. ശ്രീകാന്ത് അതൊന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. നീലി ശ്രീകാന്ത് പോകുന്നത് ഒന്ന് നോക്കി നിന്നു. നീലി വിഷമമായോ? അത് കേട്ടതും നീലി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഓ, നീ ഇനി കഷ്ടപ്പെട്ട് പുഞ്ചിരിക്കൊന്നും വേണ്ട. അത് സാരമില്ല, അത് വിട്. ചേച്ചി വാ, അത് ഓർത്തിട്ട് സങ്കടപ്പെടേണ്ട. അവരുടെ കൂടെ കൂടിയപ്പോൾ അവൾ വീണ്ടും ഒത്തിരി സന്തോഷവതിയായിരുന്നു. എൻ്റെ തൊണ്ടവേദന ശരിയായിട്ടില്ല, അതുകൊണ്ട് കഥ പറയാൻ ഇപ്പോഴും റിസ്ക് തന്നെയാണ്. എന്നാലും അഭിപ്രായം പറയാൻ മറക്കരുതേ. തുടരും.